ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇതിലേക്ക് എത്തിക്കാനായി ശ്രമിക്കും. സോ ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് സില്ലി മിസ്റ്റേക്കാണ്. സച്ചിനാണേലും സോമാണേലും എല്ലാവരും തന്നെ ഭയങ്കര സില്ലി മിസ്റ്റേക്സാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞൊരു 5 പോയിൻ്റെങ്കിലും നമുക്കൊരു ഈ ഒരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ കുറഞ്ഞ 3 പോയിൻ്റെങ്കിലും നമുക്ക് ഈ ഒരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കിലൂടെ പോയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഒരു ലീഗ് ടേബിൾ വെച്ച് നോക്കുമ്പോൾ 3 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും അത് വെറും സിമ്പിൾ മിസ്റ്റേക്ക്. സച്ചിൻ സുരേഷിന് ഈസിയായിട്ട് സേവ് ചെയ്യാവുന്നത്, സോംകുമാറിൻ്റെ ഒരു മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വെറും സിമ്പിൾ. സോ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നോറ ഫെർണാണ്ടസിനെ കളിയിലേക്ക് ഇറക്കണമെന്നാണ്. അതായത് സച്ചിനും സോമും നിരാശാജനകമായൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നോറ ഫെർണാണ്ടസിനെ ടീമിലേക്ക് ഇറക്കണമെന്നാണ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല സച്ചിനെ വെച്ച് തന്നെ തുടരുമെന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൽ, ആ മാച്ച് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂവിൽ സച്ചിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ബോളുകൾ 100-ൽ 99% സച്ചിൻ സേവ് ചെയ്യാറുണ്ട്. അതെന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ല. ആ ഒരു 1% ചാൻസ് ആയിരിക്കും അതെന്നാണ് മിഗാൽ സ്റ്റാറ പറഞ്ഞത്. സോ സച്ചിൻ്റെ ആ ഒരു കളിയിൽ അത്രത്തോളം കോൺഫിഡൻസ് മിഗാൽ സ്റ്റാറയ്ക്കുണ്ട്. സോ എന്തായാലും തിരിച്ചു വരുമെന്ന് വിചാരിക്കാം സച്ചിൻ. അതാണ് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുക. എല്ലാവരും തിരിച്ചു വരുവാനായിട്ട് കാത്തിരിക്കുകയാണ്, എല്ലാ പ്ലേസിൻ്റെയും. പക്ഷേ ആരും തിരിച്ചു വരുന്നില്ല. എല്ലാവരും പറയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു അപ്ഡേറ്റ് കവർ ചെയ്യാൻ ഞാൻ കുറച്ച് താമസിച്ചു പോയി, എങ്കിലും നമുക്ക് കവർ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതായത് ഗ്രെഗ് സ്റ്റുവർട്ട്, അദ്ദേഹം ഒരു ചാമ്പ്യൻ പ്ലെയർ തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന പേര് അത് ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെ പേരാണ്. കാരണം കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വെറും 9 മിനിറ്റ് കളിച്ച് നിങ്ങൾക്ക് ഹീറോ ഓഫ് ദി മാച്ച് ആകാൻ സാധിക്കുമോ? അതിനൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ കളിയിൽ നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ട്. വെറും 9 മിനിറ്റ് കളിച്ചു, ഹീറോ ഓഫ് ദി മാച്ചായി. എന്താ പറയുക ഗ്രെഗ് സ്റ്റുവർട്ടിനെ കുറിച്ചല്ലേ? അത് ഇതിൻ്റെ ഒരു അസിസ്റ്റ്, 2 എണ്ണം പോസ്റ്റിലിടിച്ചു. ടോപ്പ് ക്ലാസ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗ്രെഗ് സ്റ്റുവർട്ടാണ് ടോപ്പ് ക്ലാസ് പ്ലെയർ. അങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യണം. അതൊന്നും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അറിയത്തില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഞെട്ടിപ്പോയി നോവാസുദ്ദീൻ ടീമിലെത്തിയപ്പോൾ. എങ്ങനെയാണ് നോവാസുദ്ദീൻ നമ്മൾ സ്വന്തമാക്കിയത്? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇത് വെച്ച് കഴിവ് വെച്ചൊക്കെ നോക്കുമ്പോൾ നോവാസുദ്ദീൻ ഒന്നും ഒരിക്കലും, അത് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു കഴിവ് വെച്ച് നോക്കുമ്പോൾ നോവാസുദ്ദീൻ ഒന്നും ഒരിക്കലും ടീമിൽ വരാത്ത പ്ലേയേഴ്സാണ്. സോ എങ്ങനെ വന്നു എന്നറിയില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ഗുഡ് ബൈ.